ഹായ് സുന്ദരീസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? നമുക്ക് ഇന്ന് ഡിസംബർ ക്രാഫ്റ്റ് സീരീസിലെ ആറാമത്തെ വീഡിയോ കാണാം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോണത് വളരെ എളുപ്പത്തിൽ വീട്ടിൽ തന്നെയുള്ള സംഗതികളൊക്കെ വെച്ചിട്ട് മിനിമം പ്രോഡക്ട്സ് മാത്രം പുറത്തുനിന്ന് മേടിച്ചാൽ മതിയാവും. വളരെ അഫോർഡബിൾ ആയിട്ടുള്ള 5 ക്രിസ്മസ് ഡെക്കോർ എങ്ങനെ ചെയ്തെടുക്കാം എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഒരു കുട്ടി ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാം നമുക്ക് ടേബിളിലൊക്കെ വെക്കാൻ പാകത്തിന്. അപ്പോൾ അതിനായിട്ട് ഒരു അടപ്പെടുക്കണം കേട്ടോ. ഏതെങ്കിലും കുപ്പിയുടെ അടപ്പെടുക്കുക എന്നുള്ളതാണ്. ഒരു കുട്ടി പാത്രം പോലുള്ളത് എടുത്താലും മതി, പ്ലാസ്റ്റിക്കിൻ്റെ ആണെങ്കിലും ഒന്നും കുഴപ്പമില്ല. അപ്പോൾ ഞാനിപ്പോൾ ചെറുതാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ചെറിയ അടപ്പാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. എന്നിട്ട് സ്ക്യൂവേഴ്സ് എന്ന് പറയും, അല്ലെങ്കിൽ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു വടി കഷ്ണങ്ങൾ പോലെ ഉണ്ടാവില്ലേ, അതാണെങ്കിലും മതി. സ്ക്യൂവേഴ്സ് എടുക്കുകയാണെങ്കിൽ വളരെ നല്ലത്. അതിങ്ങനെ ഈ അടപ്പിന് ചുറ്റും ഉള്ളിലായിട്ട് ഇതേപോലെ ഈവൻ ആയിട്ട് ഇങ്ങനെ വെച്ചു കൊടുക്കുക. ഏകദേശം ഒരു ഈക്വൽ ഡിസ്റ്റൻസിൽ ഇങ്ങനെ വെച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് അതിൻ്റെ തുമ്പത്ത് ഒന്നിങ്ങനെ ഒരുമിച്ച് പിടിച്ചു കൊടുക്കുക കേട്ടോ. അല്ലാണ്ട് അത് നിൽക്കില്ല. ഗ്ലൂ ഗൺ വെച്ചിട്ട് ഒട്ടിച്ചാലും ഇങ്ങനെ ആടി ആടി നിൽക്കും. കുറച്ച് നേരം പിടിച്ച് വെക്കണം. അപ്പം അതിനായിട്ട് നമുക്ക് അതിൻ്റെ തുമ്പത്ത് ഏറ്റവും അറ്റത്തായിട്ട് നമുക്കൊന്ന് പിടിച്ചു കൊടുക്കാവുന്നതാണ്. ഒരു 7-8 സ്ക്യൂവേഴ്സ് നമ്മൾ ഇതേപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. അടപ്പിൻ്റെ വലിപ്പത്തിനനുസരിച്ച് നമുക്ക് സ്ക്യൂവേഴ്സിൻ്റെ ആവശ്യം വരും. അടപ്പിൻ്റെ വലിപ്പത്തിനനുസരിച്ച് നമുക്ക് ക്രിസ്മസ് ട്രീയുടെ വീതിയും ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതേ നമ്മൾ തുമ്പത്ത് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഷേപ്പിലാണ് നമുക്ക് കിട്ടുക. ഇപ്പോൾ ഒരു ഇങ്ങനെ കോണാകൃതിയിൽ വന്നില്ലേ. നമുക്ക് ഇതിന് ചുറ്റും ത്രെഡ് കെട്ടിക്കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ നേരത്തെ ഒരു പിങ്ക് കാണിച്ചില്ലേ, അത് വല്ലാണ്ട് തിക്നെസ് ഉള്ളതായിട്ട് തോന്നിയതുകൊണ്ട് വുളൻ ത്രെഡ് ഉണ്ടല്ലോ, മൾട്ടി കളറായിട്ടുള്ള വുളൻ ത്രെഡ് എടുത്തിട്ട് നമ്മൾ ഇതിന് ചുറ്റും ജസ്റ്റ് റാൻഡം ആയിട്ടൊന്ന് ഇങ്ങനെ ചുറ്റി കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഏറ്റവും അറ്റത്തുനിന്ന് തുടങ്ങുമ്പോൾ മാത്രം കുറച്ച് ഗ്ലൂ വെച്ച് കൊടുക്കുക. ഗ്ലൂ ഗൺ കൊണ്ട് തന്നെയുള്ള ഗ്ലൂ വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് പിന്നീട് ഇങ്ങനെ റാൻഡം ആയിട്ട് ചുറ്റി കൊടുക്കാവുന്നതാണ്. അപ്പം നമുക്ക് പക്ഷേ ഇത് വേണമെന്നില്ല കേട്ടോ. പിന്നീട് നമ്മൾ ചെയ്യുമ്പോൾ ഇങ്ങനെ ഗ്ലൂ അങ്ങനെ ഒട്ടിച്ച് കൊടുക്കണം എന്നില്ല, ഗ്ലൂ വെച്ച് കൊടുക്കണം എന്നില്ല. അല്ലാണ്ട് തന്നെ അതിങ്ങനെ ഫിക്സ് ആയിട്ട് ഇരുന്നോളും. എനിക്ക് അങ്ങോട്ട് ഇങ്ങനെ നീങ്ങി പോകുന്നതെന്ന് തോന്നുകയാണെങ്കിൽ ഇടയ്ക്കും തലയ്ക്കും വെച്ചിട്ട് ഒന്ന് ഗ്ലൂ ഇട്ട് കൊടുക്കാവുന്നതാണ് സ്ക്യൂവറിൻ്റെ അവിടെ. എന്നിട്ട് ഈ വുളൻ നൂലൊന്ന് ചുറ്റി കൊടുക്കാവുന്നതാണ് കേട്ടോ. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് എത്ര ഗ്യാപ്പ് വേണം നോക്കിയിട്ട് അതിനനുസരിച്ച് ചുറ്റി കൊടുക്കാവുന്നതാണ്. വേണമെങ്കിൽ ഇതിനുള്ളിലായിട്ട് ലൈറ്റ് വെക്കണമെങ്കിൽ വെക്കായിരുന്നു, പക്ഷെ പിന്നെ അത് ഓണും ഓഫൊക്കെ ചെയ്യാൻ പാടായിരിക്കും. അപ്പോൾ അതെന്തായാലും തൽക്കാലം അങ്ങനെ വേണ്ട, നമുക്ക് പുറത്ത് കൂടെ ചുറ്റാട്ടോ. എന്നിട്ട് ലാസ്റ്റ് നമുക്ക് ഗ്ലൂ വെച്ചിട്ട് നമുക്കത് ഫിക്സ് ചെയ്ത് വെട്ടിക്കളയാം, ലൈക്ക് ആ നൂല്. എന്നിട്ട് ഏറ്റവും ടോപ്പിലായിട്ട് ഞാൻ മേടിക്കുന്ന പോംപോം ഇല്ലേ, അത് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നീട് നമ്മൾ LED ലൈറ്റ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് അതിൽ ഓൺ ആൻഡ് ഓഫ് ബട്ടൺ ഉണ്ടാവും. ആ രീതിയിലുള്ള LED ലൈറ്റാണ് എടുത്തിട്ടുള്ളത്. ഇത് 30 റുപ്പീസ് മുതലൊക്കെ സ്റ്റാർട്ട് ചെയ്യും. അത്ര അഫോർഡബിൾ ആയിട്ട് കിട്ടണമെന്നാണ് കേട്ടോ. അത് നമ്മൾ അടിയിൽ ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം നമ്മളിത് ഈ ക്രിസ്മസ് ട്രീയിൽ ചുറ്റും നന്നായിട്ടത് ചുറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് കമ്പി പോലെ അങ്ങനെ തന്നെയല്ലേ ഉള്ളത്, അതുകൊണ്ട് തന്നെ നമുക്കത് ഒട്ടിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവസാനം ഭാഗം ജസ്റ്റ് അതിൻ്റെ ഉള്ളിലേക്ക് ഒന്നിങ്ങനെ ഫിക്സ് ചെയ്ത് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ഈ അറ്റത്ത് ഈ അടപ്പ് ഇങ്ങനെ കുറച്ച് കാണുന്നുണ്ട്. അടപ്പ് കാണുന്നുണ്ട്, കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷെ അടിയിലത്തെ നമ്മൾ എന്തായിരുന്നു ആ ലൈറ്റിൻ്റെ ആ സാധനം വെച്ചിട്ടുള്ളത്, അത് കാണാണ്ടായിരുന്നു. അത് കാണാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അപ്പം ചുറ്റും പോംപോം കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പം നമുക്ക് അടപ്പ് നല്ല വീതിക്കുള്ള അടപ്പാണെങ്കിൽ ചിലപ്പോൾ ഇത് വെക്കണം എന്നുണ്ടാവില്ല. അത് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് ഡെസ്ക്ടോപ്പിലൊക്കെ വെക്കാൻ പറ്റില്ല. ഒരു കുട്ടി ക്രിസ്മസ് ട്രീ നമ്മുടെ ഓഫീസ് ഡെസ്ക്ടോപ്പിൽ വെക്കാം, സ്റ്റഡി ടേബിളിൽ വെക്കാം, അതല്ലെങ്കിൽ തന്നെ ക്രിസ്മസ് ഡെക്കോറിൻ്റെ ഏരിയയിൽ ഒരു കുട്ടി ക്രിസ്മസ് ട്രീ ആയിട്ട് വെക്കാവുന്ന, ഹാളിൽ വെക്കാവുന്ന, ഡെക്കോർ പീസായിട്ട് വെക്കാവുന്നതാണ്. നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഡെക്കോർ പീസാണ് കേട്ടോ. ട്രൈ ചെയ്ത് നോക്കണേ. അടുത്തത് നമുക്ക് ഐസ്ക്രീം സ്റ്റിക്സ് വെച്ചിട്ട് ഇത് ഉണ്ടാക്കാം, ഷെൽഫ് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ കളേർഡ് ആയിട്ടുള്ള സ്റ്റിക്സ് ആണ് എടുത്തിട്ടുള്ളത്. പല പല കളേഴ്സ് ഉണ്ട് ഇതിൽ. ഇത് ഒരു സെറ്റിന് 45 രൂപയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു സെറ്റ് ഫുൾ ഉപയോഗിച്ചിട്ടാണ് ചെയ്യാൻ പോണത്. നമുക്ക് ഇത് വെച്ചിട്ട് ഒരു ഹെക്സഗൺ വരയ്ക്കണം. അത് വരച്ചതിന് ശേഷം ഇത് വെച്ച് ഒട്ടിക്കുന്നതായിരിക്കും നല്ലത്. റാൻഡമായിട്ട് നമ്മൾ ഒട്ടിച്ചു കൊടുത്ത ഹെക്സഗൺ ഷേപ്പിൽ ഷെൽഫ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിപ്പോവും. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം ഒരു ലൈൻ വരച്ചു കൊടുക്കാം. എത്രയാണോ നമ്മൾ മെഷർമെൻറ്റ് മാർക്ക് ചെയ്തിട്ടുള്ളത്, നമ്മുടെ ഐസ്ക്രീം സ്റ്റിക്കിനനുസരിച്ച് മെഷർമെൻറ്റ് മാർക്ക് ചെയ്യുക. എന്നിട്ട് നടുവിൽ ഒരു വര കൊടുത്തിട്ട് അതിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലാന്ന് തോന്നുന്നു. നമ്മളൊരു ഹെക്സഗൺ വരച്ചു കൊടുക്കുക ഈക്വൽ ഡിസ്റ്റൻസിൽ വരുന്ന രീതിയിൽ. അതല്ലെങ്കിൽ ഒരു പ്രിൻ്റ് ഔട്ട് എടുക്കുക ഹെക്സഗണിൻ്റെ. ഓക്കെ, അതായിരിക്കും കുറേ കൂടി എളുപ്പം. ഒരു പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് അതിൻ്റെ മീതേക്ക് വെച്ച് ഒട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് എളുപ്പമായിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് ഐസ്ക്രീം സ്റ്റിക്ക് എത്രയാണോ മെഷർമെൻ്റ് ഉള്ളത് അതിനനുസരിച്ചുള്ളൊരു ഹെക്സഗൺ തന്നെ വേണമെന്നുള്ളതാണ്. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇടവിട്ട്, അതായത് മുകളിൽ ഒരു ഭാഗം വെച്ചാൽ ഒരു ഭാഗം വിട്ടിട്ട് പിന്നെ അടുത്തത്, അങ്ങനെ 3 നമ്മൾ വെച്ചിട്ടുണ്ട് കേട്ടോ. വെക്കുമ്പോൾ ഞാൻ പേപ്പറിൽ വെച്ചിട്ടുള്ള കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി പോകുന്നുണ്ട്. അപ്പോൾ അത് ഫിക്സ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഗ്ലൂ ഗണ്ണിൽ ഗ്ലൂ വെച്ചിട്ട് തന്നെ ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ജസ്റ്റ് കുറച്ച് മാത്രം. എന്നിട്ട് നമ്മൾ അതിൻ്റെ മീതേക്ക് വെച്ച് നോക്കുകയാണ്. അപ്പോൾ കറക്റ്റായിട്ട് വന്നില്ലേ. അപ്പോൾ നമ്മൾ ഗ്ലൂ വെച്ചിട്ടൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി ഭയങ്കര സിമ്പിളാണ്. മീതേക്ക് വെച്ച് കൊടുക്കുക എന്നുള്ളതാണ് കേട്ടോ. എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഗ്യാപ്പ് ഫില്ല് ചെയ്ത് കൊടുത്തു. ഇനി അടുത്തത് വെക്കുമ്പോൾ എങ്ങനെയാണ് വെക്കുക,
ഈ ഇടയിൽ ഇപ്പോൾ ഗ്യാപ്പായിട്ട് വന്നിട്ടുള്ള ഭാഗമില്ലേ, അതായത് നമ്മളിപ്പോൾ റെഡ് വെച്ചിട്ട് ഉള്ളതിൻ്റെ ഇടയിൽ ഗ്യാപ്പായിട്ട് വന്നിട്ടുള്ള ഭാഗത്ത് നമ്മൾ അടുത്ത കളർ വെക്കുകയാണ്. ഇതിപ്പോൾ കളേർഡ് ആയിട്ടുള്ള ഐസ്ക്രീം സ്റ്റിക്ക് വെച്ചിട്ട് തന്നെ ചെയ്യണമെന്നില്ല. നമുക്ക് കളേർഡ് അല്ലാത്ത സാധാരണ ഐസ്ക്രീം സ്റ്റിക്ക് മേടിക്കാൻ കിട്ടില്ലേ, അത് വെച്ചിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അതൊന്നും ഒരു കുഴപ്പമില്ല, എങ്ങനെയാണെങ്കിലും നല്ല ഭംഗി ഉണ്ടാവും കാണാനായിട്ട്. പിന്നെ ഇത് കുറച്ചധികം വേണം എന്നുള്ളതാണ്, എന്നാലാണ് നല്ല വീതി ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ഒരു പാക്കറ്റ് ഐസ്ക്രീം സ്റ്റിക്ക് വെച്ചിട്ട് കളേർഡ് ഐസ്ക്രീം സ്റ്റിക്ക് വെച്ചിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ വീതി കുറച്ച് കുറവായിരിക്കും. ഞാൻ കാണിച്ചു തരാം കേട്ടോ ലാസ്റ്റ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. അപ്പോൾ ഇത് ഞാനിങ്ങനെ മിക്സ്ഡ് ആയിട്ട് കളേഴ്സ് ഇങ്ങനെ മാറി 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 വരുന്ന രീതിയിൽ ഒരു കളർഫുൾ ആയിട്ടുള്ള ഒരു ഷെൽഫാണ് ക്രിയേറ്റ് ചെയ്യണത്. ക്രിസ്മസ് ഒക്കെ അല്ല, നല്ല കളർഫുൾ ആയിട്ടിരുന്നോട്ട് വെച്ചിട്ടാണ് കേട്ടോ. എന്നിട്ട് ഞാനത് പറിച്ചെടുക്കാം കേട്ടോ. പറിച്ചെടുക്കുമ്പോൾ അതിൻ്റെ പശയുടെ അവിടെ കുറച്ച് പേപ്പറിൻ്റെ ഇതുണ്ട്, അത് കുഴപ്പമില്ല, നമുക്ക് നഖം വെച്ചിട്ട് തന്നെ ജസ്റ്റ് പറിച്ചെടുത്താൽ മതിയാവും. എന്നിട്ട് എഗെയിൻ മുകളിലേക്ക് ആക്കിയിട്ട് ഒട്ടിച്ചു കൊടുക്കാം. എന്നിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ലിമിറ്റഡ് കളേഴ്സ് അല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുകളിലേക്ക് വരുമ്പോൾ ഏകദേശം ഒരേ കളേഴ്സ് അടുപ്പിച്ച് വരുന്നതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ യെല്ലോ വന്നു, ചിലപ്പോൾ നമുക്ക് ബാക്കിയുള്ള കളർ എന്ന് പറയുന്നത് തൊട്ട് താഴത്തെ കളർ തന്നെയായിരിക്കും, ഗ്രീൻ തന്നെയായിരിക്കും. അപ്പോൾ നമ്മളിങ്ങനെ വെവ്വേറെ കളേഴ്സ് അല്ലേ വെക്കണത്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ഒരു അഭംഗിയായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ മറിച്ചിടുക കേട്ടോ അതിന്. ഞാൻ പറഞ്ഞ മനസ്സിലാവുണ്ടോ? അത് നമ്മൾ തരം പോലെ ചെയ്താൽ മതി. കളേഴ്സൊക്കെ ഇതേ കണ്ടു. ഇപ്പോൾ ഞാൻ മറിച്ചിട്ടിട്ടാണ് ബാക്കി ചെയ്യുന്നത്, കാരണം എന്താ വെച്ചാൽ ഓറഞ്ചും അടുപ്പിച്ച് വരുമായിരുന്നു. അപ്പോൾ ആ രീതിയിൽ കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു പാക്കറ്റ് വെച്ചിട്ടാണ് ചെയ്യണത്. അപ്പോൾ ഇതേ കറക്റ്റ് ഹെക്സഗൺ ഷേപ്പിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിപ്പോയിട്ടില്ല. കണ്ടോ, ഇത് നമുക്ക് വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്റ്റിക്കി ഹുക്കിൽ നിൽക്കണതാണ് കേട്ടോ. അപ്പോൾ ഈ ഷെൽഫിൽ നമുക്കൊരു കുട്ടി ക്രിസ്മസ് ട്രീ വേണമെങ്കിൽ അത് വെച്ച് കൊടുക്കാവുന്നതാണ്. റിയൽ പ്ലാന്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ച് കൊടുക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ മേടിക്കണത് ഇങ്ങനെ കുഞ്ഞി പ്ലാന്റ് അത് വേണമെങ്കിൽ അത് വെച്ച് കൊടുക്കാവുന്നതാണ്. അത് കുറച്ച് ചെരിഞ്ഞിരിക്കുന്നതായിരുന്നു കേട്ടോ, അതൊന്ന് ശ്രദ്ധിക്കണേ. വെക്കുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് വെച്ച് കൊടുത്താലാവും അങ്ങനെ ഇരിക്കുക. ഈ സൈഡിൽ നിന്നൊക്കെ നോക്കുമ്പോൾ നല്ല രസം ഉണ്ടാവും കേട്ടോ, നല്ല കളർഫുൾ ആയിട്ടുണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കളേഴ്സുള്ള കളർഫുൾ ആയിട്ടുള്ള ഐസ്ക്രീം സ്റ്റിക്സ് വെച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് പല വീതിയിൽ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മേടിക്കാവുന്നതാണ് കേട്ടോ. എളുപ്പത്തിൽ ചെയ്യാൻ പറ്റില്ല ഇത്. ഇനി നമുക്ക് അടുത്ത ക്രാഫ്റ്റ് നോക്കാം. അപ്പോൾ ഇതെന്ന് പറയുന്നത് എഗെയിൻ നമ്മൾ ഐസ്ക്രീം സ്റ്റിക്ക് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഐസ്ക്രീം സ്റ്റിക്ക് വെച്ചിട്ട് നമ്മൾ സ്റ്റാർ ആണ് കേട്ടോ ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ കുറച്ചുകൂടി വണ്ണം കുറഞ്ഞിട്ടുള്ള ഐസ്ക്രീം സ്റ്റിക്ക് എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഒരു ട്രയാങ്കുലർ ഷേപ്പിൽ ഒട്ടിച്ചു കൊടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ആദ്യം ഒട്ടിച്ചു കൊടുക്കുമ്പോൾ ഇത്തിരി തത്തകുത്തകാന്നാവും. നമുക്ക് ഗ്ലൂഗൻ വെച്ചിട്ടാണെങ്കിൽ ചിലപ്പോൾ ശരിക്കും ഒട്ടിയെന്ന് വരില്ല. പക്ഷേ 1-2 ഒട്ടിച്ച് വരുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഹാങ് കിട്ടും കേട്ടോ. ഒട്ടിച്ചതിന് ശേഷം അതിൻ്റെ പുറത്തായിട്ട് ലേശം ഒന്ന് ഇങ്ങനെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒന്നും കൂടി സ്ട്രോങ് ആയിട്ട് നിൽക്കും കേട്ടോ. എഗെയിൻ ഇതും കളർഫുൾ ആയിട്ടുള്ളതാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഒരു പാക്കറ്റിൽ തന്നെ പല കളേഴ്സിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് അങ്ങനത്തെ ചെയ്യാമല്ലോ, എന്ന് വെച്ചാൽ കളർഫുൾ ആയിട്ടുള്ള സ്റ്റാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് വയലറ്റ് എടുത്തു, 3 ട്രയാങ്കിൾ അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്. ആക്ച്വലി 3 അല്ല കേട്ടോ, എനിക്ക് തോന്നുന്നു 6 ഉണ്ടാക്കാനുള്ളത് ഉണ്ടാവും. അതെ, അത് നമ്മൾ മേടിക്കുന്നതിനനുസരിച്ചിരിക്കും കേട്ടോ. ചിലതിലിപ്പോൾ ഒരു 8-10 ഒക്കെ ആയിരിക്കും ഒരു കളറിൽ ഉണ്ടാവുക. അങ്ങനെ അത് നമുക്ക് നോക്കിയിട്ട് തരം പോലെ ചെയ്യാവുന്നതാണ്. എക്സാക്ട്ലി ഇതേ ഷേപ്പ് വേണമെന്നോ വലിപ്പം വേണമെന്നോ ഒന്നുമില്ല, നമുക്കിത് ഏത് വലിപ്പത്തിൽ വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. അതിലൊന്നും യാതൊരു ബുദ്ധിമുട്ടില്ല കേട്ടോ. ജസ്റ്റ് ഏതെങ്കിലും ക്രാഫ്റ്റ് സ്റ്റോറിൽ പോയിട്ട് ഇങ്ങനത്തെ ഐസ്ക്രീം സ്റ്റിക്ക് മേടിച്ചാൽ മതി. അപ്പോൾ നമ്മൾ പല കളേഴ്സിൽ ഇങ്ങനെ ഇതേപോലെ ഫുൾ ഉള്ള എല്ലാതും വെച്ചിട്ട് ഒരു പാക്കറ്റ് മേടിച്ചിട്ട് നമ്മൾ ഫുള്ള് അത് വെച്ചിട്ട് ഇങ്ങനെ ട്രയാങ്കിൾസ് ഉണ്ടാക്കി വെക്കാം കേട്ടോ. ഞാൻ ഇങ്ങനെ ക്രാഫ്റ്റ് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാടൊന്നും എടുത്ത് വെക്കാറില്ല, ഭയങ്കര പാടല്ലേ ഇങ്ങനെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഇങ്ങനത്തതൊക്കെ മെയിനായിട്ട് ഒബ്വിയസ്ലി അതിൻ്റെ ഗ്ലൂവും ഗ്ലിറ്ററും അങ്ങനത്തെ ഒക്കെ സംഗതികളുണ്ടെങ്കിൽ നമുക്ക് എടുത്തു വെച്ചാൽ വളരെ നല്ലതാണ്. അതല്ല ഇങ്ങനത്തെ ഐസ്ക്രീം സ്റ്റിക്കും അങ്ങനത്തെ ഒക്കെ മേടിക്കുകയാണെങ്കിൽ ഞാൻ മേടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഫുള്ള് ഒരു സെറ്റ് അങ്ങനെ കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ പിന്നെ അതങ്ങനെ നല്ല ഭംഗിയിൽ അങ്ങനെ ഡെക്കോറേറ്റ് ചെയ്ത് അങ്ങനെ വെക്കാമല്ലോ. പിന്നെ ക്രാഫ്റ്റിൻ്റെ സാധനമായിട്ട് ബാക്കി എടുത്ത് വെച്ചാൽ പിന്നെ ബുദ്ധിമുട്ടാവില്ല വെച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യണേ, സ്റ്റാർ ഉണ്ടാക്കുകയാണ്. ഒന്നുമില്ല, ഒരു ട്രയാങ്കിൾ എടുത്തു, എന്നിട്ട് അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് അതിൻ്റെ ഒരു ഇൻവേർട്ടഡ് ട്രയാങ്കിൾ ആക്കി വെക്കുക. അപ്പോൾ സ്റ്റാർ ആയില്ല. നമ്മൾ സാധാരണ കുട്ടികളൊക്കെ നമ്മൾ സ്റ്റാർ ഇങ്ങനെ കൈ എടുക്കാണ്ടല്ലേ നമ്മളൊക്കെ ഇപ്പോൾ വരയ്ക്കുന്നുണ്ടാവുക. ചിലപ്പോൾ നമ്മൾ കുട്ടികളൊക്കെ സ്റ്റാർ വരയ്ക്കുമ്പോൾ ആദ്യം ഒരു ട്രയാങ്കിൾ വരയ്ക്കും, ഇൻവേർട്ടഡ് ട്രയാങ്കിൾ വരയ്ക്കും, അത്ര തന്നെയുള്ളൂ കേട്ടോ, സിമ്പിളായിട്ട്. അപ്പോൾ ആദ്യം ഒരു ട്രയാങ്കിൾ വയ്ക്കുക, അതിൻ്റെ മീതെ ഇൻവേർട്ടഡ് ട്രയാങ്കിൾ ആയിട്ട് വയ്ക്കുക, പിന്നെ ഒരു ട്രയാങ്കിൾ വയ്ക്കുക, ഇൻവേർട്ടഡ് ട്രയാങ്കിൾ ആക്കിയിട്ട് വയ്ക്കുക, അത്രയേ ഉള്ളൂ. അങ്ങനെ നമുക്ക് ഇതിൻ്റെ ഒരു വലിപ്പം എത്ര വേണം എന്നുള്ളതിനനുസരിച്ചിട്ട്, അതായത് ഇതിൻ്റെ ഒരു വീതി ഉണ്ടല്ലോ, ഒരുപാട് വീതി ഉണ്ടെങ്കിൽ അത്ര നന്നാവില്ല എന്ന് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു എത്ര എണ്ണം വെക്കുന്നുണ്ട്, 3, 4, 5 എണ്ണം ഇങ്ങനെ പല കളേഴ്സായിട്ട് 4 എണ്ണം ഇട്ടാന്ന് തോന്നുന്നു, 4 എണ്ണം 5 എണ്ണം മതിയാവും കേട്ടോ, 5 എണ്ണം വെക്കുന്നുണ്ട്. അപ്പോൾ 4 എണ്ണം 5 എണ്ണം 6 എണ്ണം മാക്സിമം ഒക്കെ ഉണ്ടെങ്കിൽ കറക്റ്റ് വീതിക്കുള്ളത് നമുക്ക് കിട്ടും കേട്ടോ.
നല്ല രസമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഗ്ലൂവിൻ്റെ നൂലുകൾ ഉണ്ടാവും കേട്ടോ. അത് പക്ഷേ സാരില്ല, നമുക്കത് ഉണങ്ങി കഴിഞ്ഞതിന് ശേഷം അതിങ്ങനെ പറിച്ച് കളഞ്ഞാൽ മതി, നീറ്റാക്കി എടുത്താൽ മതി. ഇതും സാധാരണ ഐസ്ക്രീം സ്റ്റിക്കുകൾ വെച്ചിട്ട് ഉണ്ടാക്കാം. അതിന് ശേഷം നമുക്ക് കളർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഞാൻ എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് ഓൾറെഡി കളർ ചെയ്തത് അങ്ങോട്ട് എടുത്തു എന്നേ ഉള്ളൂ. ഇതേപോലെ തന്നെ നമുക്ക് അടുത്തതും ഉണ്ടാക്കാം കേട്ടോ. അങ്ങനെ എത്ര എണ്ണം വേണമെങ്കിലും ഉണ്ടാക്കാം. ഞാനിപ്പോൾ 2 പാക്കറ്റ് വെച്ചിട്ട് സോറി 1 പാക്കറ്റ് വെച്ചിട്ട് 2 എണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതും ഇത് നമുക്ക് അവിടെ ഇവിടെയായിട്ട് ഇങ്ങനെ ഹാങ് ചെയ്തിടണമെങ്കിൽ ഹാങ് ചെയ്തിടാം. അതല്ലെങ്കിൽ ക്രിസ്മസ് ഡെക്കോറിൻ്റെ ഭാഗത്തായിട്ട് ഇതേപോലെ വെച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം നമുക്ക്. അത് നമ്മുടെ ആ ഡെക്കോറിൻ്റെ ഒരു രീതിക്ക് അനുസരിച്ച് നോക്കിയിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. അടുത്ത ക്രാഫ്റ്റായിട്ട് നമുക്ക് വേണ്ടത് ഗ്ലാസ് ബോട്ടിലാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ അടപ്പെടുത്തിട്ടുണ്ടായിരുന്നില്ലേ, ഈ ബോട്ടിലിനെയാണ് കേട്ടോ അടപ്പെടുത്തിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ ഈ തിരിക്കണ ഭാഗം ഉണ്ടല്ലോ, അതായത് അടപ്പ് തിരിക്കണ ഭാഗം ഒന്നുമില്ലെങ്കിൽ നമുക്ക് ജൂട്ട് വെച്ചിട്ട് ഇങ്ങനെ ചുറ്റിച്ചു കൊടുക്കാം. അതല്ലെങ്കിൽ സാധാരണ ത്രെഡ് വെച്ചിട്ട് ഇങ്ങനെ ചുറ്റിച്ച് എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ഗ്ലൂ ഗൺ വെച്ചിട്ട് സെക്യൂർ ചെയ്ത് വെക്കാം കേട്ടോ. അങ്ങനെ ആകുമ്പോഴും കാണാൻ കുറച്ചുകൂടി ഭംഗി ഉണ്ടാവുക. അതിന് ശേഷം നമുക്കിതാ ഈ ചുള്ളിക്കമ്പുണ്ടല്ലോ, നിറയെ ബ്രാഞ്ചസ് ഉള്ള അതെടുക്കാം. അത് നമ്മൾ ഏതെങ്കിലും മരത്തുനിന്നോ അല്ലെങ്കിൽ വഴിയോരത്തുനിന്നോ എന്തെങ്കിലും എടുക്കാം കേട്ടോ. കഴിവതും കുറേ ഇങ്ങനെ കമ്പുകളുള്ളത് എടുത്താലാവും കൂടുതൽ ഭംഗി ഉണ്ടാവുക. ഒരു കമ്പിൽ തന്നെ ഒരുപാട് കമ്പുകൾ ഉള്ളത് എടുക്കാവും കൂടുതൽ നന്നാവുക. എന്നിട്ട് നമുക്ക് പോംപോംസ് വേണം. പോംപോംസ് നമ്മൾ 2 പാക്കറ്റാണ് ഉപയോഗിക്കുന്നത്. ആക്ച്വലി 2 പാക്കറ്റ് മുഴുവില്ല, ഒരു പാക്കറ്റിൻ്റെ കുറച്ച് നമ്മൾ മറ്റേ ക്രാഫ്റ്റിന് വേണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഒരു പാക്കറ്റിന് 30 രൂപ 40 രൂപ അങ്ങനെയൊക്കെയാവും ഉണ്ടാവുക. അല്ലെങ്കിൽ പോംപോം ഉണ്ടാക്കാം കേട്ടോ. നമ്മൾ എന്താ ചെയ്തത് വെച്ചാൽ ബോട്ടിലേക്ക് കുറച്ച് പോംപോം ഇട്ടിട്ട് അതിലേക്ക് നമ്മൾ ഈ കമ്പുകൾ ഇങ്ങനെ ഒന്ന് കുത്തി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് നമുക്കിങ്ങനെ അവിടെ ഇവിടെയായിട്ട് ഗ്ലൂ ഗൺ വെച്ചിട്ട് ഈ പോംപോംസ് സെക്യൂർ ചെയ്ത് വെക്കുക എന്നുള്ളതാണ് കേട്ടോ. ജസ്റ്റ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇങ്ങനെ വെക്കാവുന്നതാണ്. നമ്മൾ ഡിഫറെൻറ്റ് കളേഴ്സിലുള്ള പോംപോംസ് ആണ് എടുത്തിട്ടുള്ളത്. പക്ഷേ ക്രിസ്മസ് തീമിൽ നമ്മൾ വൈറ്റ് ആണ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് വൈറ്റ് പോംപോംസ് മാത്രമായിട്ട് മേടിക്കാം അങ്ങനത്തെ. എന്നിട്ട് നമുക്കിങ്ങനെ ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നമുക്കിതാ ഫെയറി ലൈറ്റ് എടുക്കാം. ഇത് നമുക്ക് ഡിഫറെൻറ്റ് പാറ്റേൺസിൽ ചെയ്യാവുന്നതാണ്. ഇത് നമ്മളന്ന് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ, ഫിജിയിൽ നിന്ന് മേടിച്ചത് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ അവൈലബിൾ ആണ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ലിങ്ക് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇല്ലെങ്കിൽ ഒന്ന് നോക്കി നോക്കൂ, ഈ വീഡിയോയിൽ ഞാൻ ഇടാം. ഇത് നമ്മളിങ്ങനെ ഫുള്ള് ഇങ്ങനെ ചുറ്റിച്ച് കൊടുക്കുക. ഇതൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഓപ്ഷനിലാണ്. പക്ഷേ ഫെയറി ലൈറ്റ്സ് ഉണ്ടാകുമ്പോൾ അതിൻ്റേതായ ഒരു പ്രത്യേക ഭംഗി ഉണ്ടാവും കേട്ടോ. അത് നമ്മൾ ഇവിടെ അറ്റം വരെ കൊണ്ടുവന്ന് എത്തിച്ചിട്ട് നമ്മൾ ഏറ്റവും അറ്റത്തെത്തുമ്പോൾ എന്ത് ചെയ്യുക, ചുറ്റി വെക്കുക, അത്രയേ ഉള്ളൂ. ആ ബോട്ടിലേക്ക് ഇറക്കി വെക്കുക കേട്ടോ. ആ ലൈറ്റിൻ്റെ ഇങ്ങനെ നമ്മൾ ബട്ടൺ ഉണ്ടല്ലോ, അത് അമർത്തുമ്പോഴാണല്ലോ ലൈറ്റ് ഇങ്ങനെ മിന്നും കത്തും ഒക്കെ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അത് നമ്മൾ ബോട്ടിലേക്കാണ് ഇറക്കി വെക്കുന്നത്. എന്നിട്ട് നമുക്ക് ആവശ്യമില്ല ലൈറ്റ് ഓഫ് ചെയ്യണം തോന്നുമ്പോൾ അത് ജസ്റ്റ് എടുത്ത് ഓഫ് ചെയ്താൽ മതി. ഡ്രസ്സിലേ കാണാനായിട്ട് നമ്മുടെ ക്രിസ്മസ് വൈബായിട്ട് നന്നായിട്ട് ചേർന്ന് പോകുന്നതാണ്. നമുക്ക് കുട്ടികൾക്കൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ്, ചെറിയ കുട്ടികൾക്കൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള ക്രാഫ്റ്റാണ്. നല്ല രസമായിട്ടുണ്ടാവും കേട്ടോ. ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ക്രാഫ്റ്റാണ്, എളുപ്പത്തിൽ ചെയ്യാനും പറ്റും. അടുത്ത ക്രാഫ്റ്റിനായിട്ട് എഗെയിൻ നമ്മൾ ഈ കമ്പാണ് കേട്ടോ എടുക്കണത്. അത് ഉണങ്ങിയതാണ് നന്നാവുക കേട്ടോ. അപ്പോൾ ഇതെന്താ വേണ്ടത് വെച്ചാൽ 6 കഷ്ണങ്ങൾ വേണം. അപ്പോൾ നമ്മൾ ഒരു വടി എടുത്തിട്ട് അന്ന് ഏകദേശം സെയിം വലിപ്പത്തിലുള്ളത് അല്ലേ, പിന്നെ 6 കഷ്ണം മതിട്ടാ. സ്റ്റാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് 6 കഷ്ണങ്ങൾ ഏകദേശം ഒരേ വലിപ്പത്തിലുള്ളത് നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതി പാടായിരുന്നു മുറിച്ചെടുക്കാനായിട്ട്. ഇത് അമ്മ കത്തിക്കാൻ കൊണ്ടിട്ടതായിരുന്നു കേട്ടോ. ഞാൻ അത് അത്ര ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ ഫുള്ള് പകുതിയോളം കത്തിപ്പോയതായിരുന്നു. ഭയങ്കര പാട്. പേരയുടെ വടിയായിരുന്നു കേട്ടോ ഞാൻ എടുത്തത്. ഭയങ്കര പാടായിരുന്നു പൊട്ടിക്കാൻ. കുറച്ചുകൂടി എളുപ്പത്തിൽ ഒടിയണ വടി എടുക്കുന്നതായിരിക്കും നല്ലത്. എന്നിട്ട് നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ആ 2 ട്രയാങ്കുലർ ഷേപ്സ് ഉണ്ടാക്കിയെടുക്കണം. അതിനായിട്ട് ഒന്നിൻ്റെ മീതെ ഒന്ന് വെച്ചിട്ട് അങ്ങനെ നമ്മൾ ട്രയാങ്കിൾ ഷേപ്പിലേക്ക് വെച്ചിട്ട് എന്താ വെച്ചാൽ ഈ വടികൾ തമ്മിൽ യോജിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ നേരത്തെ കാണിച്ച സ്ട്രിങ് ഉണ്ടല്ലോ, ഒരു റോൾ സ്ട്രിങ് ആയിട്ടാണ് നമ്മൾ മേടിച്ചിട്ടുള്ളത്. അപ്പോൾ അത് ഏത് കളറാണെങ്കിലും കുഴപ്പമില്ല. നമുക്ക് ജൂട്ട് ത്രെഡ് വെച്ചിട്ട് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ്. നമുക്ക് കുറച്ച് റോ ആൻഡ് റഫ് ലുക്കാണ് കേട്ടോ നമുക്ക് ഈ ക്രാഫ്റ്റിന് നന്നാവുക. നമ്മളൊരു ലൈക്ക് സ്റ്റാറാണ് ഉണ്ടാക്കാൻ പോണത്. നമുക്ക് ക്രിസ്മസ് ഡെക്കോറിനൊക്കെ വെക്കാൻ പറ്റിയിട്ടുള്ള രീതിയിൽ കേട്ടോ. പിന്നെ ജൂത്തിനെക്കുമ്പോ തന്നെ പാട്ടില്ലേ, ജൂപ്പേ ബംഗാരമായന്, ആ പാട്ട് എനിക്ക് കാണുവാണ്. ഇവക്കുട്ടി ഫുള്ള് തെലുങ്ക് പാട്ടിൻ്റെ ഫാനാണ് കേട്ടോ. അപ്പോൾ അതേ നമ്മൾ ട്രയാങ്കുലർ ഷേപ്പിൽ ഇങ്ങനെ എടുത്തിട്ടുണ്ട്. നമ്മളിങ്ങനെ
3 പീസസ് വെച്ചിട്ട് ഇങ്ങനെ ത്രെഡ് വെച്ചിട്ട് നമ്മളിങ്ങനെ ചുറ്റിച്ച് കെട്ടിക്കൊടുത്തിരിക്കുകയാണ് കേട്ടോ. ഇതേപോലെ തന്നെ അടുത്ത സെറ്റും ചെയ്യാം. ഞാൻ പറഞ്ഞില്ലേ 6 എണ്ണം വേണമെന്നുള്ളത്. 3 എണ്ണം വെച്ചിട്ട് 2 ട്രയാങ്കിൾസ് നമ്മളിങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ബാക്കിയുള്ള നൂല് നമ്മൾ ഗ്ലൂ ഗൺ വെച്ചിട്ട് ഇതേപോലെ ആക്കി നല്ലോണം ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഒട്ടിച്ച് ഇങ്ങനെ വെക്കാം കേട്ടോ. അധികം കാണാത്ത രീതിയിൽ നന്നായിട്ട് ഇങ്ങനെ ഒട്ടിച്ച് വെക്കാം കേട്ടോ നമ്മൾ. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ മറ്റേ ക്രാഫ്റ്റ് ചെയ്ത പോലെ ഇതൊരു ട്രയാങ്കിൾ അല്ല, നമ്മൾ ഇതിനെ തിരിച്ച് വെക്കുക. അതിൻ്റെ മീതേക്ക് അതിനെ തിരിച്ച് വെക്കുമ്പോൾ നമുക്ക് കറക്റ്റ് സ്റ്റാർ ഷേപ്പിൽ കിട്ടും. അപ്പോൾ നമുക്ക് ചെയ്യാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലൂ ഗൺ വെച്ചിട്ട് തന്നെ അതിനെ സെക്യൂർ ചെയ്ത് വെക്കാവുന്നതാണ് കേട്ടോ. കഴിഞ്ഞു, സ്റ്റാർ റെഡി. ഇത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അങ്ങനത്തെ ഒരു തീം ആകുമ്പോഴാണ് ഇത് കൂടുതൽ നന്നാവുക. നമ്മുടെ ക്രിസ്മസ് ട്രീ ആണെങ്കിലും ഒക്കെ കുറച്ചൊരു ഒരു ഇംഗ്ലീഷ് സ്റ്റൈലിലൊക്കെ വരില്ലേ, അങ്ങനത്തെ രീതിയിലത്തെ ഇതാകുമ്പോൾ കുറച്ചുകൂടി നന്നാവും. അതല്ല വലിയത് വെച്ചിട്ട് ഭയങ്കര വലിയ വടി ഒക്കെ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വലിയ സ്റ്റാർ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു സൈഡിലൊക്കെ അങ്ങനെ തൂക്കിയിടാനും ഒക്കെ ഭംഗിയുണ്ടാവും. ഇതിപ്പോൾ ഈ വലുപ്പത്തിലാകുമ്പോൾ തൂക്കിയിടാൻ അത്ര ഭംഗിയുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല കേട്ടോ. തൂക്കിയിടാനോ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ കുറേ കൂടി വലുതായിട്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ, കുറേ കൂടി ഭംഗിയാവുക. നമുക്ക് ഡെസ്ക്ടോപ്പിൻ്റെ അവിടെയൊക്കെ വെക്കാനും ഒക്കെ നല്ല രസമാണ്. നമ്മൾ തുമ്പത്തായിട്ട് ഇങ്ങനെ ഒരു ബോളും 2 ബെല്ലും കൂടി ഇട്ട് കൊടുത്ത് പിന്നെ ലൈറ്റും കൂടി വെച്ചപ്പോൾ ഇത് ഇങ്ങനെയുണ്ട്. എല്ലാത്തിനും നമുക്ക് ഫെയറി ലൈറ്റ്സ് മസ്റ്റാണല്ലേ, അത് കുറേ കൂടി ഭംഗി കൂട്ടും കേട്ടോ, നല്ല രസമായിട്ടുണ്ടാവും. അപ്പോൾ ഇതാണ് നമ്മുടെ 5 ക്രാഫ്റ്റ്. ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എല്ലാവരും എനിക്ക് പിക്ചേഴ്സൊക്കെ അയച്ചു തന്നെ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൂടുതൽ വീഡിയോസ് കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് കുട്ടി ബെല്ലൈക്കൺ അന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. നമുക്ക് നാളെ കാണാം. അതൊരു ബൈ. ടേക്ക് കെയർ. ലവ് യു ഓൾ.